വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിൻ്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഈ എളിയവൻ നിലവിളിച്ചു, അവിടെ നിന്ന് ഞങ്ങളുടെ നിലവിളി കേട്ടു, സകല ഭയത്തിൽ നിന്നും അവിടെ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. ഈ എളിയവൻ നിലവിളിച്ചു, അവിടെ നിന്ന് ഞങ്ങളുടെ സകല കഷ്ടത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചു. എളിയവൻ നിലവിളിച്ചു, സകല അനർത്ഥത്തിൽ നിന്നും വിടുവിച്ചു എന്ന് 34 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അത് പറയുമ്പോൾ ആ പഴയ കാലമാണെങ്കിലും ഈ കാലഘട്ടത്തിലാണെങ്കിലും മനുഷ്യരാണോ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, ഭയമുണ്ട്, അനർത്ഥങ്ങളുണ്ട്. ഹല്ലേലൂയ. ഏത് മനുഷ്യനും ഈ അവസ്ഥയിൽ കൂടി തന്നെയാകുന്നു കടന്നു പോകുന്നത്. പക്ഷേ ദൈവികമായിരിക്കുന്ന ആശ്രയമുള്ള മനുഷ്യൻ ഓരോ അവസ്ഥകൾ വരുമ്പോഴും അവൻ ദൈവസന്നിധിയിലേക്ക് ഓടി വന്ന് തങ്ങളുടെ സങ്കടങ്ങൾ, തങ്ങളുടെ പ്രാർത്ഥനകൾ, നിലവിളികളെല്ലാം ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ കർത്താവ് അവനെ അതിൽ നിന്നെല്ലാം വിടുവിക്കുന്നു. മറ്റു മനുഷ്യരെ വിടുവിച്ചാൽ ചിലപ്പോൾ അവർ അത് ഓർക്കണമെന്നില്ല. ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമുക്കും ഓരോ ദിവസവും നമ്മുടെ മനസ്സിൻ്റെ ഭാരം, മറ്റുള്ളവരോട് പറയുവാൻ കഴിയാതിരിക്കുന്ന മാനസികാവസ്ഥകൾ, ശരീരത്തിൻ്റെ അവസ്ഥകൾ, ബന്ധങ്ങളിലുള്ള അവസ്ഥകൾ, ഇതെല്ലാം നമുക്ക് ഏൽപ്പിക്കുവാൻ വിശ്വസ്തമായിരിക്കുന്ന ഒരു കരവും, പറഞ്ഞാൽ കേൾക്കുന്ന, ഒരിക്കലും അന്നമായി പോകാത്ത ഒരു ചെവിയും നമുക്ക് ഉണ്ടെന്നുള്ള ഉറപ്പോടെ പ്രിയമുള്ള ദൈവമക്കളെ, നാമും ആയിരിക്കുന്ന സകല കഷ്ടങ്ങളിൽ നിന്ന് നാം വിടുവിക്കപ്പെടുവാൻ, സകല ഭയത്തിൽ നിന്നും നമുക്ക് പുറത്തു വരുവാൻ, സകല അനർത്ഥങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ശക്തനായിരിക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലവും അടുത്ത് വന്ന് നമ്മുടെ സകല പ്രാർത്ഥനകളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ ദിവസവും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ആശ്രയം വെച്ച് കടന്നു വരുന്നു. അവിടുത്തെ സന്നിധിയിൽ ആശ്രയം വെച്ച് കടന്നു വന്നവരെ ആരെയും അവിടെ നിന്ന് ഒരു നാൾ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പാ ദൈവമേ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവം, ഞാൻ എൻ്റെ നീതിയുള്ള വലം കരം കൊണ്ട് നിന്നെ താങ്ങും എന്ന് അരുളി ചെയ്യുന്ന കർത്താവിൻ്റെ ആ ഇൻപ ശബ്ദം, ഞങ്ങളെ ഉറപ്പിക്കുന്ന ശബ്ദം, ഞങ്ങളെ ശക്തരാക്കി തീർക്കുന്ന, ഞങ്ങളെ ബലപ്പെടുത്തുന്ന, കൃപയാൽ നിറയ്ക്കുന്ന ആ ദൈവികമായിരിക്കുന്ന ശബ്ദം ഇന്ന് പകൽക്കാലവും ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ പ്രിയ സഹോദരൻ്റെ ജീവിതത്തിലും, ഓരോ പ്രിയ സഹോദരിയുടെ ജീവിതത്തിലും, അമ്മമാരുടെ ജീവിതത്തിലും, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. മനുഷ്യർക്ക് കർത്താവെ ഞങ്ങളെ സഹായിക്കുന്നതിനും കൂടെ ഇരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും എല്ലാം പരിധികളുണ്ട്. അത് അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരോ സഹോദരന്മാരോ സ്നേഹിതരോ ആരാണെങ്കിലും പല പരിമിതികൾ ഞങ്ങളുടെ ബന്ധങ്ങളിലുള്ളപ്പോൾ ദൈവമേ, ഒരിക്കലും ഞങ്ങളെ തള്ളിക്കളയാത്ത, ഞങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏത് നെടുവീർപ്പിനെയും ഏതവസ്ഥയും മനസ്സിലാക്കുന്ന ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായിരിക്കുന്ന അങ്ങയുടെ സന്നിധിയിൽ ആ ഒരു വലിയ ഉറപ്പോടെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ വരുന്നപ്പച്ച. ഹല്ലേലൂയ കർത്താവേ, ഇത് പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന ഒരു ലോകം, ഇത് ദൈവമേ ചതിക്കുകയും വഷളാക്കുകയും ചെയ്യുന്നൊരു ലോകം. അതിൽ നിന്നപ്പാ ഞങ്ങൾ ഒഴിഞ്ഞിരുന്ന് ദൈവമേ സ്തോത്രം, ആ ലോകത്തിൻ്റെ എല്ലാ വഞ്ചനകളിൽ നിന്നും ഒഴിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇരിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ, അങ്ങയോട് ചേർന്ന് നടക്കുവാൻ ഒക്കെ ഞങ്ങളെ ആഗ്രഹിച്ചാലും പലപ്പോഴും ദൈവമേ ഈ ലോകത്തിലുള്ള വിഷയങ്ങൾ കർത്താവെ, ഞങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകൾ പലതിലും ഞങ്ങൾ പെട്ട് കെണികളിൽ എന്നതുപോലെ ഞങ്ങൾ അകപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആലോചനയായ ദൈവമേ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഏത് വിധേന എങ്ങനെ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ദൈവമേ ഞങ്ങളുടെ നാളുകൾ ഓരോ ദിവസവും മുമ്പോട്ട് നീക്കണമെന്ന് അങ്ങ് ഞങ്ങൾക്ക് ആലോചന നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ, ഓരോ ദിവസവും കർത്താവിൻ്റെ കാൽവരിയെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ആ രക്തത്തെക്കുറിച്ചുള്ള ഉറപ്പ് ദൈവമേ, പിശാച് ഞങ്ങൾക്കെതിരായി പലതും ദൈവമേ കൊണ്ടുവരുമ്പോൾ, അവൻ ഞങ്ങളെ കുറ്റം ആരോപിക്കുമ്പോൾ, ഞങ്ങൾക്ക് വിരോധമായി ഞങ്ങളുടെ മനസാക്ഷിയിൽ പോലും ദൈവമേ പലതും ആരോപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥലങ്ങളിൽ സംസാരിക്കുന്ന കുഞ്ഞാട്ടിൻ്റെ പുണ്യാഹ രക്തത്തിനായ സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കുന്ന ആ ക്രിസ്തു എന്ന മഹാപുരോഹിതനായ സ്തോത്രം, പിതാവിൻ്റെ വലഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം രക്തത്താൽ പ്രവേശിച്ച് ഓരോ നിമിഷവും ദൈവമേ രാപ്പകലന്യെ ഞങ്ങളെ കുറ്റം ആരോപിക്കുന്ന ദുരാരോപിയായിരിക്കുന്ന പിശാചിൻ്റെ ദൈവമേ വാക്കുകൾക്ക് ഞങ്ങളെ വിട്ടുകൊടുത്ത്
വിട്ടുകൊടുക്കാതെ, അവൻ്റെ വാദങ്ങളിൽ ഞങ്ങൾ തകർന്നു പോകുവാൻ അനുവദിക്കാതെ, ഞങ്ങൾക്ക് വേണ്ടി ആ സ്വർഗസ്ഥലങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിനായി ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി നന്ദി പറയുന്ന പച്ച. ആ രക്തം ഈ കുടുംബങ്ങൾക്ക് വേണ്ടി സംസാരിക്കട്ടെ. ഇവരെ ദൈവമേ ബന്ധിച്ചിരിക്കുന്ന ചില പൈശാചിക പോരുകളിൽ നിന്ന്, ചില പാരമ്പര്യ ബന്ധനങ്ങളിൽ നിന്ന്, ചില ശാപകുരുക്കുകളിൽ നിന്ന് ഇവരെ വിടുവിപ്പാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിൻ്റെ രക്തം ഇന്ന് പകൽക്കാലവും ചില കുടുംബങ്ങളിൽ ഇറങ്ങി വരുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ചില ഭയത്തിൻ്റെ കെട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടപ്പാ. ദൈവമേ, ഒരു പരിധിക്കപ്പുറം പഠിക്കുവാൻ കഴിയാതെ, വളരുവാൻ കഴിയാതെ, ദൈവമേ മാനസികമായി സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയാതെയൊക്കെയുള്ള ചില കെട്ടുകൾ യേശുവിൻ്റെ രക്തത്താൽ ഇവർ മോചിക്കപ്പെട്ടിരിക്കട്ടെ. ദൈവമേ, ഇവർ ചെയ്യുന്ന ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ചില വസ്തുക്കൾ ദൈവമേ അതിൻ്റെ മുകളിൽ കിടക്കുന്ന പൈശാചികമായിരിക്കുന്ന ചില ക്ലെയിമുകൾ, കർത്താവെ ആഭിചാര ബന്ധനങ്ങളാൽ വന്നിരിക്കുന്ന തകർച്ചകൾ, ദൈവമേ പല ആ തോൽവികളിൽ നിന്ന്, കർത്താവെ ആ വസ്തുക്കളിൽ കിടക്കുന്ന ദൈവമേ ചില ബന്ധനങ്ങളിൽ നിന്ന് അത്ഭുതകരമായി യേശുവിൻ്റെ രക്തത്താൽ കർത്താവെ ഈ പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ. ദൈവമേ, വിഗ്രഹാരാധനകൾ, പൈശാചിക ആരാധനകൾ കാരണം ചില ദൈവമക്കൾക്ക് ദൈവമേ ആരാധനയിൽ എഴുന്നേറ്റ് വരുവാൻ കഴിയാതെ, ആത്മീയമായി മുന്നോട്ട് പോകുവാൻ കഴിയാതെ, ക്ഷീണവും പ്രയാസവും തളർച്ചയും ഒക്കെ വന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ചിലരെ അത്ഭുതകരമായ വിഷയങ്ങളിൽ നിന്ന് വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ. കുഞ്ഞുമക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവമേ, അവരുടെ വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിക്കുന്നു. വിവാഹങ്ങൾ നടക്കാതിരിക്കുന്നവർക്ക് വേഗത്തിൽ വിവാഹങ്ങൾ നടക്കട്ടെ കർത്താവെ. വിദേശ രാജ്യത്തൊക്കെ ആയിരുന്നു, ചില പേപ്പർ വർക്കുകൾക്കായി, അവരുടെ ജോലിക്കായി, അവരുടെ PR-നായി, വർക്ക് പെർമിറ്റിനായി ഒക്കെ, ദൈവമേ വിസയുടെ പ്രോസസ്സിങ്ങിനായി ഒക്കെ പ്രാർത്ഥിക്കാൻ ദൈവമേ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അത്ഭുതകരമായ ദിവസങ്ങൾ, നിയമങ്ങൾ വേഗത്തിൽ 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 കർത്താവെ ഇവർക്ക് വേണ്ടി അനുകൂലമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ദൈവമേ ചില മരണങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാട് സംഭവിച്ച് ദുഃഖത്തിലായിരിക്കുന്നവരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. രോഗക്കിടക്കകൾ, വെന്റിലേറ്ററുകൾ, ICU യൂണിറ്റുകൾ, കർത്താവെ സർജറിയൊക്കെ കഴിഞ്ഞും ദൈവമേ ക്യാൻസറിൻ്റെ വിവിധ ട്രീറ്റ്മെൻറ്റിൻ്റെ വശങ്ങളിലായിരിക്കുന്നവർ, പാലിയേറ്റീവ് കണ്ടീഷനിലായിരിക്കുന്നവർക്ക് ദൈവമേ സ്തോത്രം ചെയ്യുന്ന വെച്ച ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള പ്രിയപ്പെട്ടവർക്ക് അവസ്ഥകൾ വ്യത്യാസമാകുവാൻ, ആ ഹൃദയഭാരങ്ങളിൽ നിന്ന് കർത്താവെ വേദനകളിൽ നിന്ന് അവരെ പുറത്തെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. ചില പകർച്ചവ്യാധികൾ ദൈവമേ അതിൽ ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവർ, ചില കുടുംബങ്ങളിൽ എല്ലാവരും കർത്താവെ ചില രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നവരെല്ലാം അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് വിടുവിക്കണമേ അപ്പ. യേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യം ആ കുടുംബങ്ങളിൽ ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ മക്കളെയും കർത്താവേ ദൈവത്തിൻ്റെ സംരക്ഷണയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദുഷ്ടമൃഗങ്ങളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന്, ആപത്തുകൾ, അനർത്ഥങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് അവിടുത്തെ രക്തത്താലും ദൂതന്മാരുടെ കൃപയാലും ദൈവമേ സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊലോസ്യ സഭയോട് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അതൊരു ഉപദേശമായി ആ സഭയെ ഉപദേശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് 2-ാമത്തെ അധ്യായത്തിൽ മുഴുവൻ എഴുതിയിരിക്കുന്നത്. കാരണം ആ കൊലോസ്യ സഭയിൽ അന്നത്തെ ആൾക്കാർ, അവിടെ നിലനിന്നിരുന്ന ആൾക്കാരെല്ലാം ഭയങ്കര തത്വജ്ഞാനവും അങ്ങനെ ജ്ഞാനം പ്രാപിച്ച ജനങ്ങളായിരുന്നു. അപ്പോൾ അവർ പല കാര്യങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ പലതും ആ ദേശത്ത് നിലനിന്നിരുന്നപ്പോൾ ക്രിസ്ത്യാനികളായ അല്ലെങ്കിൽ കർത്താവിൻ്റെ പിന്നാലെ പോയി ശിഷ്യരായി തീർന്നവർ അവരും കാലക്രമേണ കുറേ കാലം, ആദ്യത്തെ കുറച്ചു കാലം ഭയങ്കര ആവേശത്തിലൊക്കെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിച്ചതിന് ശേഷം പതിയെ പതിയെ മറ്റുള്ളവരുടെ സ്വാധീനത്താൽ അവരും വശംവദരായി പല കാര്യങ്ങളിലേക്ക്, ആ ദേശത്തിലേക്കുള്ള പല കാര്യങ്ങളിലേക്കും ഇറങ്ങിപ്പോകുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരെ ഉപദേശിക്കുകയാണ്. ആരും നിങ്ങളെ വഞ്ചിക്കരുത്, ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. ഹല്ലേലൂയ. ആരും നിങ്ങളെ അന്യഥ ഉപദേശിക്കരുത്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, നിങ്ങൾ സ്തോത്രത്തിൽ കവിഞ്ഞും വിശ്വാസത്തിൽ ഉറച്ചും ക്രിസ്തുവിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിപ്പിൻ. ഹല്ലേലൂയ. സ്തോത്രത്തിൽ നിങ്ങൾ കവിഞ്ഞു വരണം. നമ്മുടെ അധരങ്ങൾ കൊണ്ട് നമുക്ക് പറയുവാൻ കഴിയുന്ന കാര്യമാണ് സ്തോത്രം എന്നുള്ളത്. പലപ്പോഴും സങ്കീർത്തനം പറയുന്നു, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിലുള്ള ചുറ്റും കാണുന്നതൊന്നിനും, ഒരു കാര്യങ്ങൾക്ക്, സിനിമയ്ക്കോ അങ്ങനെയുള്ള സ്പോർട്സ് താരങ്ങൾക്കോ ഈ ഭൂമിയിലുള്ള ആർക്കും മഹത്വം കൊടുക്കാതെ ദൈവത്തിന് തന്നെ മഹത്വം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനെന്ത് ചെയ്യണം? നമ്മൾ സ്തോത്രം പറയണം. നമ്മുടെ അധരങ്ങൾ കൊണ്ട് എല്ലാറ്റിനും എപ്പോഴും നാം ദൈവസന്നിധിയിൽ സ്തോത്രം പറയുന്നവരായിരിക്കണം. പിന്നെയും എന്താണ് അവിടെ പറയുന്നു? നിങ്ങൾ വിശ്വാസത്തിൽ
ഉറയ്ക്കണം. ഹല്ലേലൂയ. നമ്മിലേക്ക് അവിശ്വാസം കൊണ്ടുവരുവാൻ, നിങ്ങളെ വിളിച്ച കർത്താവ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, അതല്ലേ ഇതല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ, പരിശോധനകൾ, പരീക്ഷകൾ, നമ്മുടെ ജീവിതത്തിലുള്ള ചില താഴ്ചയുടെ അവസ്ഥകൾ കാണുമ്പോൾ മറ്റുള്ളവർ നമ്മെ ചോദ്യം ചെയ്താൽ പലപ്പോഴും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം. പിന്നെ എന്താണ്? നമ്മൾ ആത്മീക വർധന വരുത്തണം. നമ്മൾ ഓരോ ദിവസവും വചനം വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ള ദൈവമക്കളുമായുള്ള കൂട്ടായ്മ ആചരിക്കുമ്പോൾ നാം ആത്മാവിൽ ബലപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മിൽ വരുമ്പോൾ, നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ ആത്മീക വർധന വരികയാണ്. അത് നമ്മൾ ഉറപ്പാക്കണം. നമ്മിൽ ആത്മീക വർധന ദിവസം തോറും വരുന്നുണ്ടോ, വചനത്തിൽ നാം വളർന്നു വരികയാണോ എന്ന് നമുക്ക് ഒരു ഉറപ്പ് വേണം. എന്നിട്ട് അവിടെ പിന്നെയും പറയുന്നതാണ്, നിങ്ങൾ ക്രിസ്തുവിൽ വേരൂന്നണം. അപ്പോൾ നാം സ്തോത്രത്തിൽ കവിഞ്ഞു വരുമ്പോൾ, വിശ്വാസത്തിൽ നാം ജീവിതത്തിൽ ഉറയ്ക്കുമ്പോൾ നമ്മിൽ ആത്മീക വർധന വരികയാണ്. അങ്ങനെ ആത്മീക വർധന വരുമ്പോൾ നാം ക്രിസ്തുവിൽ വേരൂന്നുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളിലല്ല, നാം ജീവിക്കുന്നത് ഇവിടെയാണെങ്കിലും കാണാത്ത ക്രിസ്തുവിൽ വേരൂന്നി ആ വരുവാനുള്ള നിത്യരാജ്യത്തിന് വേണ്ടി നാം കർത്താവിൽ വളരുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഇത് വളരെ സിമ്പിളായി പറഞ്ഞുവെങ്കിലും വളരെ ആത്മീക മർമ്മങ്ങളുള്ള ഒരു വാക്യമാണ്. ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളിൽ ആയിരിക്കുമ്പോൾ, നമ്മെ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളും മാടി വിളിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ, പാരമ്പര്യങ്ങൾ, പല വിശ്വാസങ്ങൾ, ഇതെല്ലാം നമ്മെ മാടി വിളിക്കുമ്പോൾ ക്രിസ്തുവിൽ ഉറച്ചു നിന്ന് വളരുവാൻ, സ്തോത്രം പറയുന്നവരായിരിക്കുവാൻ, വിശ്വാസത്തിൽ പതറിപ്പോകാതിരിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.